മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൾ നവമിയെ തുടർ ചികിത്സകൾക്കായി ഇന്നിപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. ശസ്ത്രക്രിയ ഈ ആഴ്ച തന്നെ നടത്തുമെന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ്. അപകടത്തെ തുടർന്ന് നിർത്തിവെച്ച ശസ്ത്രക്രിയകൾ പുതിയ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഇന്നു മുതൽ ആരംഭിക്കും. മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം ഇന്നും തുടരും. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, ഇന്നലെ ആശുപത്രി സൂപ്രണ്ട് ടി കെ ജയകുമാറിനെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ശസ്ത്രക്രിയകളൊക്കെ ഇന്ന് തുടങ്ങുകയാണ്. ഒപ്പം തന്നെ നവമിയുടെ ചികിത്സ കൂടി ഇന്നിപ്പോൾ ആരംഭിക്കുമെന്നുള്ളത് കൂടിയാണ് ഏറ്റവും പുതിയ വിവരം. ഒരു വശത്ത് അത്തരം കാര്യങ്ങളിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് കടക്കുമ്പോൾ മറുവശത്ത് വലിയ പ്രതിഷേധം കൂടി ശക്തമാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലേ ജോസി? ജിൽസി, അപകടത്തെ തുടർന്ന് ഓപ്പറേഷനുകൾ അടക്കം മുടങ്ങിയിരുന്നു. സാധാരണഗതിയിലുള്ള പ്രവർത്തനം കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അവതാളത്തിലായിരുന്നു. പക്ഷേ ഇന്നു മുതൽ പൂർണ്ണതോതിൽ ചികിത്സ, അതോടൊപ്പം സർജറി അടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ആരംഭിക്കാൻ കഴിയുമെന്നതാണ് പ്രതീക്ഷ നൽകുന്ന ഘടകം. അത് ഇന്നലെ തന്നെ സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ഇന്ന് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൾ നവമിയെ വീണ്ടും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. ഇന്ന് രാവിലെ 8:00 നവമി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തും. അവിടെ അഡ്മിറ്റ് ആകും. ന്യൂറോ സംബന്ധമായ ചികിത്സയ്ക്കായി അമ്മയ്ക്കൊപ്പം കഴിയുമ്പോഴായിരുന്നു ദാരുണമായ അപകടമുണ്ടാകുകയും അമ്മ ബിന്ദുവിനെ നഷ്ടമാവുകയും ചെയ്തത്. കേരളം ഒട്ടേറെ സങ്കടത്തോടുകൂടി കണ്ട കാഴ്ച. കേരളം മുഴുവൻ ആ കുടുംബത്തെ ചേർത്ത് പിടിച്ചു. പിന്നീട് സർക്കാർ സഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. മന്ത്രിമാരടക്കം വീട്ടിൽ സന്ദർശനം നടത്തുകയും ചെയ്തു. എന്തായാലും കുടുംബത്തിൽ മകന് തൊഴിൽ, അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ ചികിത്സ സൗജന്യമാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ, വീട് എന്നുള്ള കാര്യങ്ങളിലെല്ലാം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അത് സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതിനിടെയാണ് സമാന്തരമായി തന്നെ കളക്ടറുടെ അന്വേഷണവും പുരോഗമിക്കുന്നത്. പ്രാഥമിക റിപ്പോർട്ട് കളക്ടർ കഴിഞ്ഞ ദിവസം തന്നെ കൈമാറിയിരുന്നു. സമഗ്രമായ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് കൈമാറേണ്ടതുണ്ട്. അതിന് പ്രധാനമായും വേണ്ടത് ഈ അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ, മറ്റ് വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ടുകൾ, അതോടൊപ്പം സൂപ്രണ്ടിന്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴി അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. കളക്ടർക്ക് ആവശ്യമായ മുഴുവൻ രേഖകളും ആശുപത്രി സൂപ്രണ്ട് കൈമാറിയിട്ടുണ്ട്. പ്രധാനമായും ആശുപത്രി സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ട ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കെട്ടിടത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ടോ, അതിന്റെ നിർമ്മാണത്തിൽ എന്തെങ്കിലും ചട്ടലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കളക്ടർ റിപ്പോർട്ട് തേടുന്ന റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഫയർഫോഴ്സ്, PWD വിഭാഗം എന്നിവയുടേതെല്ലാം റിപ്പോർട്ടുകളെല്ലാം സമാഹരിച്ച് അത് ക്രോഡീകരിച്ച് ഒരു സമഗ്രമായ റിപ്പോർട്ട് എന്ന നിലയിൽ കളക്ടർ ആരോഗ്യവകുപ്പിന് കൈമാറും. അതിനെ തുടർന്നായിരിക്കും ആരോഗ്യവകുപ്പ് തുടർ നടപടികൾ സർക്കാർ സ്വീകരിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ മുടങ്ങിക്കിടന്ന സർജറികൾ, നേരത്തെ ഈ അപകടമുണ്ടായ കെട്ടിടത്തിൽ 10ഓളം തിയേറ്ററുകൾ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ പകരം 4 തിയേറ്ററുകൾ സജ്ജീകരിച്ചിരിക്കുന്നു. ട്രോമാ കെയർ ICUവിലും കാഷ്വാലിറ്റിയോട് ചേർന്നുമുള്ള 4 തിയേറ്ററുകളിലായി ഈ മുടങ്ങിക്കിടന്ന ഈ വാർഡിലെ ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കുകയും ചെയ്യും. അതോടൊപ്പം ഇന്ന് സംസ്ഥാനത്ത് ഉടനീളം മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് BJPയുടെ മാർച്ചുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്.